ലൈംഗിക ബന്ധത്തിൽ പല പുരുഷന്മാരും നേരിടാറുള്ള ഒരു പ്രശ്നമാണ് ഈ പ്രിമച്വർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം എന്ന് വിശേഷിപ്പിക്കുന്ന അവസ്ഥ. അതായത് ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അവൻ്റെ പങ്കാളി ആഗ്രഹിക്കുന്നതിന് മുമ്പോ അവിടെ ഒരു ഇജാക്കുലേഷൻ അല്ലെങ്കിൽ സ്ഖലനം സംഭവിക്കുകയാണെങ്കിൽ അതിനെ ശീഘ്രസ്ഖലനം എന്ന് വിശേഷിപ്പിക്കാം. ഈ ഒരു പ്രശ്നത്തെ പറ്റിയും അത് എങ്ങനെ പരിഹരിക്കാം എന്നതിനെ പറ്റിയും ഞാൻ വിവോക്സിൽ പലതവണ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു അവസ്ഥയെ പറ്റിയാണ്. ഇംഗ്ലീഷിൽ ഇതിന് പറയുന്ന പേരാണ് ഡിലേയ്ഡ് ഇജാക്കുലേഷൻ. എന്താണ് ഈ ഡിലേയ്ഡ് ഇജാക്കുലേഷൻ? അതായത് ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് എത്ര നേരം കഴിഞ്ഞാലും അവിടെ ഒരു ഇജാക്കുലേഷൻ അല്ലെങ്കിൽ സ്ഖലനം സംഭവിക്കാത്ത അവസ്ഥ. ഇതും ഈ പ്രിമച്വർ ഇജാക്കുലേഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ പുരുഷന്മാർക്കും അവരുടെ പങ്കാളികൾക്കുമൊക്കെ വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിലേയ്ഡ് ഇജാക്കുലേഷൻ സംഭവിക്കുന്നതെന്നും അത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുമൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ലക്ഷ്യം. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്ററും സെക്ഷുവൽ ഹെൽത്ത് കൺസൾട്ടൻറ്റുമാണ്. സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധത്തിൻ്റെ ഒരു വിജയകരമായ പൂർത്തീകരണത്തിൻ്റെ പ്രകടമായ അടയാളമായിട്ടാണ് ഈ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ സ്ഖലനത്തെ ഒട്ടുമിക്ക ദമ്പതികളും കാണുന്നത്. കാരണം അങ്ങനെയാണ് നമ്മളുടെ സമൂഹം ഇതിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഈ പോൺ സിനിമകളിൽ പുരുഷൻ്റെ ഇജാക്കുലേഷനെ മണി ഷോട്ട് എന്ന് വിളിക്കുന്നതും അതുകൊണ്ടാണ്. കാരണം ആ സെക്സ് സീൻ്റെ അവസാനം കാണിക്കുന്ന ആ രംഗമാണ് നിർമ്മാതാക്കൾക്ക് പൈസ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ജനങ്ങൾക്കും അവരുടെ ലൈംഗിക ബന്ധത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടിൽ ഈ ഇജാക്കുലേഷന് ഒരു വലിയ പങ്കുണ്ട്. എന്നാൽ സത്യത്തിൽ ഈ ഇജാക്കുലേഷനും ലൈംഗിക സുഖവും അതായത് രതിമൂർച്ചയും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് പ്രതിഭാസങ്ങളാണ്. ഈ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലിംഗത്തിലും സുഷമന നാഡി എന്ന് പറയുന്ന സ്പൈനൽ കോഡിലുമൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ രതിമൂർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ തലച്ചോറിലാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു വ്യത്യാസം ഒട്ടുമിക്ക പുരുഷന്മാർക്കും മനസ്സിലാകാത്തത് ഈ രണ്ട് പ്രതിഭാസങ്ങളും ഒരുമിച്ച് സംഭവിക്കുന്നത് കൊണ്ടാണ്. എല്ലാ തവണയും ശുക്ലവിസർജനം സംഭവിക്കുമ്പോഴാണ് രതിമൂർച്ച ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾക്ക് മൂത്രം ഒഴിക്കുമ്പോഴും രതിമൂർച്ച ഉണ്ടാകണം. കാരണം ഈ ശുക്ലം പോലെ തന്നെ മൂത്രവും വിസർജിക്കപ്പെടുന്നത് നിങ്ങളുടെ ലിംഗത്തിലൂടെയും സ്പൈനൽ കോഡിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടെ തന്നെയാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ ഡിലേയ്ഡ് ഇജാക്കുലേഷനിൽ ഈ ഒരു വ്യത്യാസം അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ഡിലേയ്ഡ് ഇജാക്കുലേഷൻ ഉണ്ടായതുകൊണ്ട് മാത്രം അവിടെ ഒരു ലൈംഗിക സുഖമോ രതിമൂർച്ചയോ ഒന്നും ഉണ്ടാകത്തില്ല എന്ന് അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ ഒരു പുരുഷന് ഒരു ലൈംഗിക ബന്ധത്തിൽ ശുക്ലവിസർജനം സംഭവിച്ചില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം അവിടെ ലൈംഗിക സുഖമോ രതിമൂർച്ചയോ ഒന്നും ഉണ്ടായില്ല എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ഞാൻ ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാരണം പല സ്ത്രീകൾക്കും അവരുടെ പുരുഷ പങ്കാളിയുമായിട്ട് ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ ഒരു ഇജാക്കുലേഷൻ സംഭവിച്ചില്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് അത് സംഭവിച്ചത് തങ്ങളോട് ആ പുരുഷന് ലൈംഗിക ആകർഷണം ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ലൈംഗിക സുഖം ലഭിക്കാഞ്ഞിട്ടോ ഒക്കെയാണ് എന്നാണ്. ഇത് എൻ്റെ അടുക്കൽ കൺസൾട്ടേഷൻ വന്നിട്ടുള്ള സ്ത്രീകൾ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം അവരുടെ മനസ്സിലും ഈ സെക്സിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ശുക്ലവിസർജനം തന്നെയാണ്. എന്നോട് ഈ മനുഷ്യന് സത്യത്തിൽ ആകർഷണം തോന്നിയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇനി ഇങ്ങേരുടെ മനസ്സിൽ വേറെ വല്ലവരുമാണോ? അതോ ഇനിയും പ്രശ്നം എനിക്ക് തന്നെയാണോ എന്ന് തുടങ്ങിയ സംശയങ്ങൾ. എന്തുകൊണ്ടാണ് ചില പുരുഷന്മാർക്ക് ഈ ഡിലേയ്ഡ് ഇജാക്കുലേഷൻ ഉണ്ടാകുന്നത്? ഇതിന് പല കാരണങ്ങളുണ്ട്. എൻ്റെ അടുക്കൽ കുറച്ച് നാൾ മുമ്പ് കൺസൾട്ടേഷന് വന്ന ഒരു യുവാവിന് ഈ ഡിലേയ്ഡ് ഇജാക്കുലേഷൻ ഉണ്ടായത് മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റ് ആയിരുന്നു. അത് ആ വ്യക്തി വർഷങ്ങളായിട്ട് OCDക്ക് കഴിക്കുന്ന മരുന്നുകളുടെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിരുന്നു ഈ ഡിലേയ്ഡ് ഇജാക്കുലേഷൻ. പക്ഷേ അത് ആ വ്യക്തിക്കൊട്ട് മനസ്സിലായുമില്ല. കാരണം ആ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടർ ആ മരുന്നിൻ്റെ സെക്ഷൽ സൈഡ് ഇഫക്റ്റുകളെ പറ്റി ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കാരണം നമ്മുടെ സമൂഹത്തിലെ ഡോക്ടർമാരും സൈക്കാട്രിസ്റ്റുകളും ഒക്കെ ചികിത്സിക്കുന്നത് ശരീരരോഗങ്ങളും മാനസിക രോഗങ്ങളും ഒക്കെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏകദേശം 90% ലൈംഗിക പ്രശ്നങ്ങളും ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗങ്ങളല്ല. അതുകൊണ്ട് തന്നെ അവിടെ അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് മരുന്നുകളല്ല, ശരിയായ അറിവും നിങ്ങളുടെ ലൈംഗികതയെ പറ്റിയുള്ള കാഴ്ചപ്പാട് മാറ്റുവാൻ സഹായിക്കുന്ന സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഒരു കൺസൾട്ടേഷനും മാത്രം മതി. പക്ഷേ ഈ സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നും ഡോക്ടർമാരോ സൈക്കോളജിസ്റ്റുകളോ ഒന്നും അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സേവനം നൽകുവാൻ അവർക്ക് സാധ്യവുമല്ല. ഈ ഒരു തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കി അവർ പുറത്തു പറയാൻ മടി കാണിക്കുന്ന ലൈംഗിക പ്രശ്നങ്ങൾ നാണക്കേടോ കുറ്റബോധമോ അപമാന ഭയമോ ഒന്നും കൂടാതെ സ്വകാര്യതയിൽ സുരക്ഷിതമായിട്ട് പങ്കുവെച്ച് മരുന്നുകളൊന്നും കൂടാതെ പരിഹാരം കണ്ടുപിടിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് വിവോക്സിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിലൊന്ന്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ OCDയും ഡിപ്രഷനും പോലെയൊക്കെയുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് നിങ്ങൾ മരുന്ന് കഴിക്കുമ്പോൾ അത് നിങ്ങളുടെ തലച്ചോറിലെ സെറോട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവിൽ ഒരു വർധനവുണ്ടാക്കുകയും അത് നിങ്ങളുടെ സ്ഖലനത്തെ വൈകിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത ആ ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്നിട്ട് മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കാൻ പറയുകയാണ്. പക്ഷേ ഈ മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റുകളൊന്നും ഇല്ലാതെ തന്നെ ഒരു ശുക്ലവിസർജനത്തിലെത്താൻ ബുദ്ധിമുട്ടുന്ന പുരുഷന്മാരുണ്ട്.
എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ ശീഘ്രസ്ഖലനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ വീഡിയോകളിലൊക്കെ സംസാരിച്ചതുപോലെ ഈ ഡിലേഡ് ഇജാക്കുലേഷൻ്റെ കാര്യത്തിലും നിങ്ങൾ ചെറുപ്പത്തിലെ ശീലിച്ചു വെച്ചിരിക്കുന്ന സ്വയംഭോഗ ശൈലിയുമായിട്ട് ഇതിന് ഒരു ബന്ധമുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ പോൺ കണ്ട് സ്ഥിരമായിട്ട് എഡ്ജ് ചെയ്യുന്ന ഒരു പുരുഷനാണെങ്കിൽ അത് ഒരു ഡിലേഡ് ഇജാക്കുലേഷനിലേക്ക് വഴിതെളിച്ചേക്കാം. എന്താണ് ഈ എഡ്ജിങ് എന്ന് പറയുന്നത്? മലയാളത്തിൽ ഇതിനെ വേണമെങ്കിൽ നമുക്ക് രതിമൂർച്ച നിയന്ത്രണം എന്നൊക്കെ വിശേഷിപ്പിക്കാം. അതായത് ആ ലൈംഗിക ഉത്തേജനം ദീർഘനേരം നിലനിർത്തുവാനും രതിമൂർച്ച വൈകിപ്പിക്കുവാനും ഒക്കെ ചെയ്യുന്ന ഒരു സ്വയംഭോഗ ശൈലി. എല്ലാ തവണയും നിങ്ങൾ രതിമൂർച്ചയുടെ വക്കിലെത്തുമ്പോൾ പെട്ടെന്ന് നിർത്തുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സ്വയംഭോഗ ശൈലി. അപ്പം ഈ ഒരു സ്വയംഭോഗ ശൈലി നിങ്ങൾ മണിക്കൂറുകളോളം പോൺ കണ്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് പിന്നീട് പങ്കാളിയുമായിട്ട് ഒരു സെക്സിൽ ഏർപ്പെടുമ്പോൾ അത് സ്ഖലനം വൈകിക്കാൻ ഇടയാക്കും. സത്യത്തിൽ ഈ പുരുഷന്മാർ ചെറുപ്പത്തിലെ ശീലിക്കുന്ന സ്വയംഭോഗ ശൈലികൾക്ക് അവരുടെ ഭാവി ദാമ്പത്യ ജീവിതത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ ഡിലേഡ് ഇജാക്കുലേഷൻ, പ്രിമച്ചുർ ഇജാക്കുലേഷൻ, ഉദ്ധാരണമില്ലായ്മ എന്ന് തുടങ്ങിയ ലൈംഗിക ബുദ്ധിമുട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് ഈ ഡിലേഡ് ഇജാക്കുലേഷൻ പരിഹരിക്കാനുള്ള ഒരു വഴി? കൈ ഉപയോഗിച്ച് സ്വയംഭോഗം ചെയ്യുമ്പോൾ അധികം ശക്തി ചെലുത്താതെ ജെന്റിലായിട്ടും സാവധാനത്തിലുമൊക്കെ സ്വയംഭോഗം ചെയ്ത് ശീലിക്കുക. അതുപോലെ തന്നെ പോൺ കാണാതെയും സ്വയംഭോഗം ചെയ്ത് പഠിക്കുക. അങ്ങനെ ചെയ്ത് പഠിക്കുന്നത് വഴി കാലക്രമേണ നിങ്ങളുടെ ലിംഗം കൂടുതൽ സെൻസിറ്റീവായിട്ട് മാറുകയും ഒരു പങ്കാളിയുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോൾ അധികം വൈകാതെ തന്നെ ഒരു സ്ഖലനം സംഭവിക്കുകയും ഒക്കെ ചെയ്യും. ഞാൻ വീഡിയോകളിൽ സ്ഥിരം പറയാറുള്ളതുപോലെ നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക അവയവം എന്ന് പറയുന്നത് നിങ്ങളുടെ ജനനേന്ദ്രിയങ്ങളല്ല, നിങ്ങളുടെ മനസ്സാണ്. അപ്പോൾ അവിടെ ഈ ഡിലേഡ് ഇജാക്കുലേഷനെ ഓർത്ത് ടെൻഷൻ അടിക്കുകയോ വറി ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു ഡിലേഡ് ഇജാക്കുലേഷനിലോട്ടേ നയിക്കത്തുള്ളൂ. അങ്ങനെ അത് ഒരു സൈക്കിൾ മാതിരി ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥ ഒഴിവാക്കുവാൻ ഈ ഡിലേഡ് ഇജാക്കുലേഷൻ വീണ്ടും വീണ്ടും സംഭവിക്കുമോ എന്നോർത്ത് ടെൻഷൻ അടിക്കാതിരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനെന്താണ് ചെയ്യുക? അതിന് വേണ്ടത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഇജാക്കുലേഷനും രതിമൂർച്ചയും അല്ലെങ്കിൽ ലൈംഗിക സുഖവും രണ്ടും രണ്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെയും പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കണം. ഇത് അവരോടുള്ള ഒരു ആകർഷണക്കുറവ് കാരണം സംഭവിക്കുന്ന ഒന്നല്ല എന്നും ഇങ്ങനെയാണ് തൻ്റെ ശരീരം വർക്കാകുന്നതെന്നും അത് താൻ പരിശീലനത്തിലൂടെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെ തുറന്ന് സംസാരിക്കുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെയും കൂടെ ഈ ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ സാധിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.